ഒരിക്കൽ യമധർമ്മരാജൻ ഒരു പക്ഷിക്കുഞ്ഞിനെ വളരെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നത് പക്ഷിരാജാവായ ഗരുഡന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പക്ഷിയുടെ ജീവിതചക്രം പൂർത്തിയാകാറായി എന്ന് മനസ്സിലാക്കിയ ഗരുഡൻ അതിനെ മരണത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് ഉറപ്പിച്ചു. ക്ഷണനേരത്തിൽ അദ്ദേഹം ആ കുഞ്ഞു പക്ഷിയെയും എടുത്തുകൊണ്ട് 7 കടലുകൾക്കും അപ്പുറമുള്ള ഒരു കൊച്ചു ദ്വീപിലേക്ക് പറന്നു. അതിനെ അവിടെ ഒരു മരക്കൊമ്പിൽ വളരെ സുരക്ഷിതമായി ഇരുത്തിയിട്ട് ഗരുഡരാജൻ തിരിച്ച് യമദേവനെ കാണാനായി പുറപ്പെട്ടു. യമരാജ സമക്ഷം എത്തിച്ചേർന്ന ഗരുഡൻ അദ്ദേഹത്തോട്, താങ്കൾ എന്തുകൊണ്ടാണ് ആ പക്ഷിക്കുഞ്ഞിനെ ഇത്രയധികം ആകാംക്ഷയിൽ നോക്കി നിന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ യമദേവൻ പറഞ്ഞു, ഇന്ന് 7 കടലുകൾക്കും അപ്പുറമുള്ള ഒരു ദ്വീപിൽ വെച്ച് ഒരു സർപ്പത്തിന് ഇരയാകേണ്ടതായിരുന്നു ആ പക്ഷി. എന്നാൽ ഈ കുറഞ്ഞ നേരം കൊണ്ട് എങ്ങനെയാണ് ആ കുഞ്ഞു പക്ഷി 7 കടലുകൾക്കും അപ്പുറമുള്ള ആ ദ്വീപിലെത്തുക എന്ന് നാം ആലോചിക്കുകയായിരുന്നു. ഇതു കേട്ട ഗരുഡൻ സ്തബ്ധനായി നിന്നു. നാം എല്ലാം എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് നേരത്തെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നുവെന്നും ആരാലും അതിലൊരു മാറ്റവും സാധ്യമല്ലെന്നും പക്ഷിരാജാവായ ഗരുഡൻ തിരിച്ചറിഞ്ഞു. കാലം, സമയം, സ്ഥാനം, എങ്ങനെ, എന്തുകൊണ്ട് ഇവയെല്ലാം ഗർഭത്തിലെത്തുന്ന നിമിഷം തന്നെ കുറിക്കപ്പെട്ടതാണെന്ന് യമധർമ്മരാജൻ ഗരുഡരാജനെ ബോധ്യപ്പെടുത്തി. ആരുടെയൊക്കെയോ കണക്കുകൂട്ടലുകൾക്കുമൊടുവിൽ മാറ്റിമറിക്കപ്പെടേണ്ട വെറും അക്കങ്ങൾ മാത്രമാണ് ഒരു ജീവായുസ്.